ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ, അതേപോലെ തന്നെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ, ബുക്ക് കീപ്പിംഗ് എന്താണ്. അപ്പം യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷനിൽ ഏകദേശം 8 യൂസേഴ്സ് വരുന്നുണ്ട്. ഓണേഴ്സിന് അവർ എത്രത്തോളം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്താൽ പ്രോഫിറ്റ് ആണോ എന്നറിയാൻ പറ്റുന്നു. മാനേജ്മെൻറ്റിന് എന്ന് പറയുമ്പോൾ അവരുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും അതേപോലെ കോസ്റ്റും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനും എങ്ങനെ പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓവറോൾ മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ആ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് അനുസരിച്ച് അവർക്ക് അവരുടെ വേജും കാര്യങ്ങളും കിട്ടുന്നുണ്ടോ എന്ന് അറിയാനും, അതേപോലെ നല്ലൊരു ബിസിനസ് ആണെങ്കിൽ മേ ബി അവിടുത്തെ എംപ്ലോയീസ് തന്നെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ എംപ്ലോയീസിനെയും അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് ആ ബിസിനസ് നിൽക്കുന്ന സ്ഥാപനത്തിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ റൂൾസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ ഗവൺമെൻറ് ഈ കിട്ടുന്ന അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ ബേസിലാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ എത്രത്തോളം ടാക്സ് റേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ ഗവൺമെൻറ്റിന് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സഹായിക്കുന്നു. പിന്നെ കസ്റ്റമേഴ്സും പല രീതിക്ക് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അവർ നല്ല പ്രൊഡക്റ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതേപോലെ ആ ബിസിനസ്സിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളും നല്ലതാണോ, അവർ പ്രോഫിറ്റിലാണോ, അതേപോലെ അവരുടെ ഗുഡ് വില്ലും കാര്യങ്ങളൊക്കെ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവർ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ, ബാങ്കും അല്ലെങ്കിൽ ബാക്കി പ്രൈവറ്റ് ബാങ്ക്സ് ആയാലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ലോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ടോ, ബിസിനസ് അത് റീപേ ചെയ്യുമോ എന്നുള്ളതിൻ്റെ ബേസിലാണ് അവർ ലോൺ കൊടുക്കുക. അപ്പോൾ അതിന് ആ കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ സൗണ്ട്നെസ് അവർ നോക്കുന്നത് ഏതിൻ്റെ ബേസിലാണ്, അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ ബേസിലാണ്. പിന്നെ റിസർച്ചേഴ്സിന് അവരുടെ റിസർച്ച് സ്റ്റഡി ചെയ്യാൻ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ റിസർച്ച് പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ ക്രെഡിറ്റേഴ്സാണ്. ക്രെഡിറ്റിന് സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് പിന്നീട് അവർക്ക് തിരിച്ച് കിട്ടുമോ എന്നറിയണമെങ്കിൽ അവിടുത്തെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആവശ്യമാണ്. അതായത് ബിസിനസ്സിൻ്റെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റിക്ക് അനുസരിച്ചായിരിക്കും ഇവരൊക്കെ ഡിസിഷൻ എടുക്കുക. ഇനി അടുത്തത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പയറബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് റെലവൻ്റ് ആയിരിക്കണം, അതേപോലെ ഡിപ്പെൻഡബിൾ ആയിരിക്കണം, ഫ്രീ ഫ്രം ബയാസ് ആയിരിക്കണം. പിന്നെ റെലവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എങ്ങനെ ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം, അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്ഫുൾ ആയിരിക്കണം. പിന്നെ ഇത് ക്ലിയർ ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ആരൊക്കെയാണോ ഈ ഇൻഫോർമേഷൻ യൂസ് ചെയ്യുന്നത് അവർക്ക് സിമ്പിളായിട്ടും ക്ലിയർ ആയിട്ടും ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. അതിനനുസരിച്ചായിരിക്കും അവർ ഡിസിഷൻ എടുക്കുക. ദെൻ കമ്പയറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്താ പറയുക, അതിൻ്റെ തന്നെ പാസ്റ്റ് ഇയേഴ്സിൻ്റെ ഡാറ്റ വെച്ചിട്ടും അതേപോലെ ഒരു ബിസിനസ്സിന് മറ്റൊരു ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ അവിടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആവശ്യമാണ്. അപ്പം ആ ഒരു കമ്പയറബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെ ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, എക്സ്റ്റേണൽ യൂസേഴ്സിന് ഡിസിഷൻ എടുക്കാൻ ഇത് സഹായിക്കുന്നു. പിന്നെ ഇൻറ്റേർണൽ യൂസേഴ്സിന് മെയിനായിട്ട് സഹായിക്കുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. അതായത് പ്ലാനിങ്ങിനും കൺട്രോളിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും സഹായിക്കുന്നു. പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കുറയ്ക്കാനും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനൊക്കെ കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ എങ്ങനെ ഇൻ എ സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഡർലി മാനർ. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഓർഡർലി അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ ഡേറ്റ് വൈസിൽ അവർ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. താങ്ക് യു.